നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ദേശീയപാത മുരിങ്ങൂരിൽ ഡ്രെയിനേജിന് മുകളിൽ സ്ഥാപിച്ച സ്ലാബ് വീണ്ടും തകർന്നു. ഇന്നലെ വൈകുന്നേരം സ്ലാബ് തകർന്ന ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. ഇന്നും സ്ലാബ് തകർന്നതോടെ മുരിങ്ങൂർ വീണ്ടും ഗതാഗതക്കുരുക്കിലായി. ഭാരവാഹനങ്ങൾക്ക് ഉൾപ്പെടെ കടന്നു പോകാനുള്ള ശേഷിയിൽ നിർമ്മിച്ചതെന്ന് അവകാശപ്പെട്ടിരുന്ന സ്ലാബ് തകർന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോൾ പൊട്ടിയ ഭാഗത്ത് കമ്പികളൊന്നും കണ്ടെത്താനായില്ല. സ്ലാബ് തകർന്നത് പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കി പകരം ഇരുമ്പ് നിർമ്മിത ഗ്രില്ല് സ്ഥാപിച്ച് താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചു. എന്നാൽ അതിന് തൊട്ടടുത്തുള്ള സ്ലാബ് വെള്ളിയാഴ്ച തകരുകയായിരുന്നു. ചിറങ്ങര, കൊരട്ടി, മുരിങ്ങൂർ ഭാഗങ്ങളിലായി ദേശീയപാതയിൽ അടിപ്പാത, മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഡ്രെയിനേജിന് മുകളിൽ സ്ഥാപിച്ച 20-ലേറെ സ്ലാബുകളാണ് പല ഘട്ടങ്ങളിലായി മാറ്റി സ്ഥാപിച്ചത്. സ്ലാബുകൾ പലതും ഇനിയും തകർച്ചയുടെ വക്കിലാണ്. കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടി റോഡിൽ കുഴിയുണ്ടായതിന് തൊട്ടടുത്തായാണ് സ്ലാബ് തകർന്നത്. സ്ലാബ് തകർന്നതിനെ തുടർന്ന് മണിക്കൂറുകളോളം എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്കുള്ള പാതയിൽ ഇന്നലെ ഗതാഗതക്കുരുക്കുണ്ടായി. 3 കിലോമീറ്റർ അകലെ കൊരട്ടിവരി മുരിങ്ങൂരിൽ നിന്ന് വാഹനങ്ങളുടെ നീണ്ട നിര നീണ്ടിരുന്നു. ചേലക്കര മേപ്പാടത്ത് കൂട്ട ആത്മഹത്യാ ശ്രമം നടത്തിയ കുടുംബത്തിലെ അമ്മയും മരിച്ചു. ചികിത്സയിലായിരുന്ന 34-കാരിയായ ശൈലജയാണ് വെള്ളിയാഴ്ച രാവിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയത്. ശൈലജയുടെ മകൾ 6 വയസ്സുള്ള അണിമ 2 ദിവസം മുമ്പ് മരണപ്പെട്ടിരുന്നു. അണിമയുടെ സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച നടന്നതിന് തൊട്ടു പിന്നാലെയാണ് അമ്മയുടെ മരണം. ഭർത്താവ് പ്രദീപ് 2 ആഴ്ച മുമ്പ് മരിച്ചതിനെ തുടർന്നുണ്ടായ കടുത്ത മനോവിഷമവും സാമ്പത്തിക ബാധ്യതകളുമാണ് ശൈലജയെയും മക്കളെയും ഈ കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് നിഗമനം. ഐസ്ക്രീമിൽ എലിവിഷം കലർത്തിയാണ് മൂവരും കഴിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ശൈലജ മരണത്തിന് കീഴടങ്ങിയതോടെ ഒരു കുടുംബത്തിലെ 2 ജീവനുകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് നാട്. ശൈലജയുടെ മകൻ അക്ഷയ് അപകടനില തരണം ചെയ്തു വരികയാണെന്ന വാർത്ത ഈ ദുരന്തത്തിനിടയിലും നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. മഴ ചതിച്ചതോടെ ഓണം കഴിഞ്ഞ് പൂവിട്ട ചെണ്ടുമല്ലികൾ ഇപ്പോൾ യാത്രക്കാരുടെ മനം കവരുകയാണ്. അമ്മാടം പൂത്തറയ്ക്കൽ പാടത്തെ പാതയോരത്താണ് ഓണം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും പൂക്കൾ വസന്തം തീർക്കുന്നത്. 5 വർഷം മുമ്പ് വരെ ഈ പാതയോരം മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഇടമായിരുന്നു. അതിനൊരു മാറ്റം വേണമെന്ന ചിന്തയാണ് വാർഡ് മെമ്പർ ജെയിംസ് മാസ്റ്ററെ പൂകൃഷിയിലേക്ക് എത്തിച്ചത്. ഓണക്കാലത്ത് 2000 ചെണ്ടുമല്ലി തൈകളാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായത്തോടെ ഇവിടെ നടാറുള്ളത്. എന്നാൽ ഓണ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴ മൂലം ഇത്തവണ നട്ട ചെണ്ടുമല്ലി തൈകൾ ഓണത്തിന് പൂവിട്ടില്ല. പൂവിടൽ ഓണം കഴിഞ്ഞായതിനാൽ വിളവെടുപ്പും വേണ്ടെന്ന് വെച്ചു. ഇതോടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വഴിയാത്രക്കാരുടെ തിരക്കാണ്. ആസ്വാദകരുടെ എണ്ണം കൂടിയതോടെ ഒരു സെൽഫി പോയിന്റും സ്ഥാപിച്ചു. സംഭവം ക്ലിക്കായതോടെ സമീപത്തായി ചാരുബെഞ്ച്, ഊഞ്ഞാൽ, കുടിൽ എന്നിവ സ്ഥാപിക്കാനും പാതയുടെ ഇരുവശത്തും സ്ഥിരമായി അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിക്കാനുമാണ് തീരുമാനം. പൂത്തറയ്ക്കൽ പാടത്തൊരുക്കിയ ചെണ്ടുമല്ലിയുടെ വസന്തം തീർത്തതോടെ മറ്റൊരു ആശയം വന്നതാണ് നേരത്തെ പറഞ്ഞ സെൽഫി കോർണർ. ധാരാളം സഞ്ചാരികൾ ആ സെൽഫി കോർണർ ആസ്വദിച്ച് ഫോട്ടോ എടുത്തു പോകുന്നു. എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ചാരുബെഞ്ചും ഒരു ഊഞ്ഞാലും ഒരു കുടിലും അതിലിരുന്ന് ആളുകൾക്ക് ഒഴിവു സമയം വിനിയോഗിക്കാനായിട്ട് ഈ പാടത്തിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ്. ദേശീയപാതയിൽ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപം ലോറി മറിഞ്ഞ് അപകടം. ആർക്കും പരിക്കില്ല. നിർത്തിയിട്ടിരുന്ന നെല്ല് കയറ്റിയ ലോറിക്ക് പിറകിൽ ടോറസ് ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. നെല്ല് കയറ്റിയ ലോറിയാണ് മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുണ്ടായി. ക്രെയിൻ എത്തിച്ചാണ് വാഹനം മാറ്റിയത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ശുചിത്വോത്സവവുമായി ബന്ധപ്പെട്ട് ശ്രമദാന ശുചീകരണം നടത്തി. ഗ്രാമപഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ചിമ്മിനി ഡാമിനോടനുബന്ധിച്ചുള്ള ചീനിമരം എന്നിവിടങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, വനം വന്യജീവി വകുപ്പ്, പാലപ്പിള്ളി റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, IRTC കോർഡിനേറ്റർ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാപ്രവർത്തകർ എന്നിവർ ശുചീകരണ പരിപാടിയിൽ പങ്കുചേർന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം അഷ്റഫ് ചാലിയത്തൊടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസ്ലി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ അജിത സുധാകരൻ, VA റഷീദ്, അസിസ്റ്റന്റ് സെക്രട്ടറി PR ലൗലി, ആരോഗ്യവകുപ്പ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റിനേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ PH മുഹമ്മദ് എന്നിവർ ശുചിത്വ സന്ദേശം നൽകി. പഞ്ചായത്തിലെ ഏക ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ചിമ്മിനി ഡാം പരിസരം ഇന്ന് നമ്മുടെ ഹരിതകർമ്മസേന നല്ല തോതിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ പലപ്പോഴും അലസമായി ഇത്തരം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരവസ്ഥയുണ്ട്. അവർ കൂടി ഇത് മനസ്സിലാക്കണം. നമ്മളുടെ ശുചിത്വം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. മുൻ കേരള വോളിബോൾ താരവും പ്രമുഖ കോച്ചുമായ വരന്തരപ്പിള്ളി തെക്കോടൻ ജോഫി ജോർജ് അന്തരിച്ചു. 53 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ജോഫിയെ വെണ്ടൂരിലെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണം. ഇന്നലെ ജോഫി പരിശീലനം നൽകിയ 7 താരങ്ങൾ ഉൾപ്പെട്ട തൃശൂർ ജില്ലാ ടീം കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ വോളിബോൾ അണ്ടർ-19 ബോയ്സ് വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. അതിൽ നിന്നും 2 പേർ ദേശീയ വോളിബോൾ സ്കൂൾ മത്സരത്തിലേക്ക് സെലക്ഷൻ നേടുകയും ചെയ്തു. ഇന്നു രാവിലെ ജോഷി ഉൾപ്പെടെ ടീം നാട്ടിൽ തിരിച്ചെത്തിയതിനു പിന്നാലെയായിരുന്നു വിയോഗ വാർത്ത. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,530 രൂപ, പവന് 84,240 രൂപ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.